വെൽക്കം സാഗ് ന്യൂസ്. ഇന്നത്തെ വിഷയം റഷ്യൻ എണ്ണ കരാറിനെ കുറിച്ചാണ്. ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? റഷ്യൻ എണ്ണ കരാറിന്റെ പേരിൽ രാജ്യാഭിമാനം അടിയറവ് വയ്ക്കേണ്ട കാര്യമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഒരു വാക്ക് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ബഹുമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. അതിങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്ന്. ഇതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇത് കേട്ടപ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഒരു ചോദ്യമുയർന്നു. ഇത് സത്യമാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാസ്തവത്തിൽ അത്രയും വലിയൊരു വാഗ്ദാനം ചെയ്തോ? അല്ലെങ്കിൽ ട്രംപ് രാഷ്ട്രീയ പ്രയോജനത്തിനായി ഇന്ത്യയുടെ പേര് ഉപയോഗിച്ചതാണോ? പക്ഷേ അതിലുപരി പ്രധാനമായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതിന് മറുപടി പറയാത്തത് എന്നാണ്. മോദി സർക്കാരിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായതുമില്ല. വിദേശകാര്യ വക്താവ് വെറും ഒരു വാചകം മാത്രമേ പറഞ്ഞുള്ളൂ: ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യമാണ് പ്രധാനമെന്ന്. അതായത് ട്രംപ് പറഞ്ഞത് തെറ്റാണെന്നോ നാം അതിന് വഴങ്ങിയില്ലെന്നോ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞതുമില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു. അപ്പോഴാണ് റഷ്യ ഇന്ത്യക്ക് വിലക്കുറവിൽ എണ്ണ നൽകാൻ തീരുമാനിച്ചത്. ആ ഗുണം ഇന്ത്യക്ക് വലിയൊരു ആശ്വാസവുമായിരുന്നു. കാരണം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ്. വില കുറഞ്ഞ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തിന് അനിവാര്യമായ ഊർജ്ജ സുരക്ഷ നൽകുന്ന ഒരു അവസരവുമായിരുന്നു. പക്ഷേ ട്രംപ് അതിനെ റഷ്യയെ സഹായിക്കുന്ന പ്രവൃത്തി എന്ന് വിളിച്ചിരുന്നു. തുടർന്ന് ഭീഷണിയും വന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കെതിരെ 25% അധിക തീരുവ ചുമത്തുമെന്ന്. ഇതോടെ മോദി സർക്കാരിന്റെ നിലപാട് മാറി തുടങ്ങി. ഒരു സമയത്ത് റഷ്യയിൽ നിന്ന് 40% എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ 34% കുറച്ചു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 6% ഉയരുകയും ചെയ്തു. ഈ കണക്കുകൾ തന്നെ കാണിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ നമുക്ക് വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെയല്ലേ? ഒരിക്കൽ ഇന്ത്യക്ക് അഭിമാനമായിരുന്ന സ്വതന്ത്ര വിദേശ നയം ഇപ്പോൾ വാണിജ്യ ഭീഷണികളുടെയും രാഷ്ട്രീയ സൗഹൃദങ്ങളുടെയും കണക്കുകൂട്ടലുകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ട്രംപിനെയും അമേരിക്കയും പ്രിയ സുഹൃത്ത് എന്ന് വിളിച്ചുകൊണ്ട് മോദി മൗനം പാലിക്കുമ്പോൾ നഷ്ടമാകുന്നത് നമുക്ക് നമ്മുടെ ആത്മാഭിമാനം തന്നെയല്ലേ? സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.